ബീഹാറിൽ നടന്ന ഒരു എക്സാമിൻ്റെ ബാക്കിപത്രമായത്. എക്സാം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ആൾ കൂടിയിട്ട് ട്രെയിനിൽ വെച്ച് ഒരു സ്റ്റുഡൻറ്റ് മരണപ്പെട്ടു. ഇത് സിസ്റ്റത്തിൻ്റെയോ ഗവൺമെൻറ്റോ ഫെയിലിയറാണെന്ന് പറയുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ ഗവൺമെൻറ് ഭയങ്കര ആക്റ്റീവാണ്. 85% പെട്രോളിൽ എത്തനോളും ബ്ലെൻഡ് ചെയ്യുന്നതിലും 100% മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ വേറെയും കുറേ കാര്യങ്ങളിൽ ഇടപെടാനുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ മോദിനെ ടാഗ് ചെയ്തിട്ട് കുറേ കമൻറ്റ് സെക്ഷൻ ഞാൻ കണ്ടു. മൂപ്പര് വിശ്വഗുരുവാണ്. വിശ്വഗുരു എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല, ഈ ലോകത്തിന് മൊത്തമായിട്ടുള്ളൊരു ഗുരുവാണ്. അപ്പം മൂപ്പര് എന്തൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, വാർ കുവാദി പപ്പ. മൂപ്പര് വിചാരിച്ചു കഴിഞ്ഞാൽ യുദ്ധം വരെ നിർത്തിവെപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇതിനകത്ത് നിങ്ങൾ വലിച്ചേക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ തിരക്ക് കൂടുകയാണെങ്കിൽ 2 ദിവസം എവിടെയെങ്കിലും ഹോട്ടൽ റൂമിൽ സ്റ്റേ ബുക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിൽക്കുക. എന്നിട്ട് തിരക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പോവുക, അല്ലെ ബസ്സിൽ പോവുക. അപ്പോൾ അതിന് മാത്രമുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. അമ്പലം വേണോ, പള്ളി വേണോ, ഗോഹത്യ തടയണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിനോട് പറയാം. അവരത് ഭംഗിയായിട്ട് ചെയ്യും. ഇനി E85 വേണ്ടേ, നിങ്ങൾക്ക് E100 വേണം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാന്ന് പറയുന്ന ആൾക്കാരോട് ഇത്രയൊക്കെ പറയാനുള്ളൂ. സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ.